നമുക്കിപ്പോൾ മന്ത്രിമാരുടെ പ്രതികരണമുണ്ട്. ആ പ്രതികരണത്തിലേക്ക് പോയിട്ട് ഇത് തിരിച്ചറിഞ്ഞ് തൃക്കാക്കരയിലെ ജനങ്ങൾ വിധിയെഴുതും എന്നാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. തൃക്കാക്കരയിൽ മത്സരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്താൻ അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു രീതി ഉപയോഗിച്ചു. മറ്റാരുടെയോ ഒരു വീഡിയോ സംഘടിപ്പിച്ച് അത് വളരെ ആസൂത്രിതമായി പ്രചരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളന്ന് തന്നെ പറഞ്ഞതാണ്, ഈ പ്രചരണത്തിന് പിന്നിൽ കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗമാണ്. ആ സൈബർ വിഭാഗത്തിൻ്റെ നേതാവായി വി ഡി സതീശൻ അധപ്പതിച്ചിരിക്കുന്നു എന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് ഇന്നത്തെ അറസ്റ്റോടുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ അനുഭാവി അയാളുടെ തലയിൽ ഉദിച്ച് ചെയ്ത കാര്യമല്ല. ഇത് വി ഡി സതീശൻ്റെയും കേരള KPCC പ്രസിഡന്റ് കെ സുധാകരൻ്റെയും അറിവോടുകൂടി വളരെ കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള ഇടപെടലാണ്. അതുകൊണ്ട് കേരളത്തിലെ KPCC പ്രസിഡന്റും വി ഡി സതീശനും പ്രതിപക്ഷ നേതാവും ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം സംബന്ധിച്ച്, വികസന കാര്യങ്ങൾ സംബന്ധിച്ച് ഗൗരവമായ ചർച്ചയും അതുമായി ബന്ധപ്പെട്ട സംവാദവുമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനത അങ്ങേയറ്റം പുരോഗമനമായി ചിന്തിക്കുന്ന ജനതയാണ്. സാംസ്കാരിക കേരളം എന്ന് വളരെ അഭിമാനത്തോടുകൂടി നമ്മുടെ കേരളത്തെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്. ഈ സാംസ്കാരിക കേരളത്തിനാകെ അപമാനമുണ്ടാക്കുന്ന പ്രവൃത്തിയായി പോയി കോൺഗ്രസ് വിഭാഗത്തും ഉണ്ടായത്. ഈ നിമിഷം വരെ അങ്ങനെയൊരു സംഭവത്തെ തള്ളിപ്പറയാൻ, ഇനിയിപ്പോൾ രാഷ്ട്രീയ എതിരാളിയാണെങ്കിൽ പോലും അങ്ങനെയെല്ലാമുള്ള തെറ്റായ പ്രചരണങ്ങൾ സംഘടിപ്പിക്കാൻ പാടില്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനില്ലേ? പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അശ്ലീല വീഡിയോ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ പ്രതികരണമാണ് സംസ്ഥാന സെക്രട്ടറി VK സനോജ് നൽകുന്നത്. പ്രതിപക്ഷത്തിനെതിരെ ശക്തമായ വിമർശനം ഡിവൈഎഫ്ഐ ഉയർത്തുകയാണ്.